സബ്ജക്റ്റുമായിട്ട് നമ്മൾ എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള സബ്ജക്റ്റുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ആദ്യമായി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യട്ടെ. എൻ്റെ പേര് ഫൈസൽ വടകര. ഞാനിവിടെ ഈ ഒരു മോർണിംഗ് സർക്കിളിൽ എനിക്ക് തോന്നുന്നു 4-മത്തെയോ 5-മത്തെയോ ക്ലാസ്സാണ്. ഞാനിപ്പോൾ ദുബായിലാണ്. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിൽ സീനിയർ സൂപ്പർവൈസറായി ജോലി നോക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി ദുബായിലുണ്ട്. ഇപ്പോൾ ഫാമിലിയോടൊപ്പം ഉണ്ട് ദുബായിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നുള്ളതാണ്. നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന കാര്യമാണ് നല്ല ബന്ധങ്ങൾ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, ആളുകളുമായി നല്ല രീതിയിൽ പെരുമാറുക, ആളുകളിൽ സ്വാധീനം ചെലുത്തുക. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നതും. നമ്മളെല്ലാവരും തന്നെ സമൂഹത്തിൽ നല്ല സ്ഥാനം ആഗ്രഹിക്കുന്നു, നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളാകാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ നമ്മളെ നല്ല രീതിയിൽ നോക്കിക്കാണാൻ, അവർക്കിടയിൽ ഒരു സ്ഥാനം, നല്ല ബന്ധം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം, എങ്ങനെ നല്ല ബന്ധങ്ങൾ നമ്മൾക്ക് സൃഷ്ടിക്കാം, ഈ കാര്യങ്ങൾ ഡെയിൽ കാർണഗിയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന സബ്ജക്റ്റിൽ ആ പുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിലൊരു 10 പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പുസ്തകം വായിച്ചവരുണ്ടോ? ഹൗ ടു, നമ്മുടെ പുസ്തകത്തിന്റെ പേരും സബ്ജക്റ്റും ഞാൻ ഇന്ന് ഒരേ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഇത് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഞാൻ കൂടുതലും യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കാനിടയായ ഒരു പുസ്തകമാണ് നമ്മുടെ കുക്കു FM-ലൂടെ. അത് എല്ലാവരും അതിലെ പോയിന്റ്സുകൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന പോയിന്റുകളാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു മനുഷ്യന് എന്തെല്ലാമാണ് അവൻ്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. ഒന്ന് പറയൂ, നമുക്കൊരു ഇൻട്രാക്ഷൻ ആയിക്കോട്ടെ, ചെറിയ രീതിയിൽ ഇൻട്രാക്ഷൻ, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. ഒരു മനുഷ്യന് എന്തൊക്കെ ആവശ്യമുണ്ട് അല്ലേ? ആഹാരം, വസ്ത്രം, പാർപ്പിടം, അങ്ങനെ എന്തൊക്കെ വേണം? സ്നേഹം. തീർച്ചയായിട്ടും സ്നേഹം, കരുതൽ, അതേപോലെ പരിഗണന. അതെ. അപ്പോൾ അങ്ങനെ ധനസമ്പാദ്യം, ലൈംഗിക സംതൃപ്തി,
അങ്ങനെ പല കാര്യങ്ങളും നമുക്കെല്ലാവർക്കും ആവശ്യമുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? അത് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ പ്രയത്നം, അല്ലേ? അപ്പൊ അതിനു വേണ്ടി നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്നു. അപ്പൊ ഇങ്ങനെ നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിത വിജയത്തിന് നമുക്ക് തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാക്കും. അപ്പോ നമുക്ക് ചെറിയൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാൻ ഇന്നലെ കേൾക്കാനിടയായ ഒരു സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. രണ്ട് വ്യക്തിത്വങ്ങൾ അവര് ഹോസ്പിറ്റലിലാണ്. ഒരാള് ഒരു ക്യാൻസർ പേഷ്യന്റും ഒരാള് തളർന്നു കിടക്കുന്ന, ഒരു തീരെ കഴുത്തും ശരീരവും ഒന്നും മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരാള് ബെഡിലാണ്. രണ്ടുപേരും ഹോസ്പിറ്റലിലാണ്. അപ്പോ അവിടെ അവിടെ കിടക്കുകയാണ്. അപ്പൊ അതിലൊരാൾക്ക് കഴുത്തും കൈയൊന്നും അനക്കാൻ വയ്യാതെ വല്ലാതെ വല്ലാതെ വേദന അനുഭവപ്പെടും. അപ്പൊ അങ്ങനെ വേദന അനുഭവപ്പെടുമ്പോഴൊക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ പറയുന്നത്? അങ്ങനെ വേദന അനുഭവപ്പെടുമ്പോഴൊക്കെ അയാളിങ്ങനെ വല്ലാതെ കരയും. അയാൾക്ക് ഭയങ്കര ശരീരവേദന. തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പോ ഈ വേദന കേൾക്കുമ്പോഴൊക്കെ, ഇയാളെ കരച്ചിൽ കേൾക്കുമ്പോഴൊക്കെ ഇയാളെ സമാധാനിപ്പിക്കാനായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ക്യാൻസർ പേഷ്യന്റ് പറയും, അയാളുടെ മുമ്പിൽ, ആ ക്യാൻസർ പേഷ്യന്റിന്റെ തൊട്ട് അരികിൽ ഒരു ജനാലയുണ്ട്. ആ ജനാലയുടെ കാണുന്ന കാഴ്ചകൾ കഥകളാക്കിക്കൊണ്ട് ഈ ഒരു സഹോദരന്, വേദന അനുഭവിക്കുന്ന സഹോദരനോട് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കും. എൻ്റെ അരികിലുള്ള ആ ജനലിലൂടെ ഞാൻ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. നിങ്ങളത് ഒന്ന് കേൾക്കൂ. ആ ജനവാതിലിലൂടെ എനിക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മരം കാണാം. ആ മരത്തിന് അറ്റത്തായി ഒരുപാട് പക്ഷികൾ ഇരിക്കുന്നുണ്ട്. തത്തയുണ്ട്, പല വർണ്ണത്തിലുള്ള പല പക്ഷികൾ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇതിലേ നോക്കുമ്പോൾ ആ മെയിൻ റോഡ്, എനിക്ക് വലിയ മെയിൻ റോഡ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു കട കാണുന്നുണ്ട്. ഈ ഏരിയ എനിക്ക് വളരെ പരിചയമുള്ള ഏരിയയാണ്. അവിടെ പലതരത്തിലുള്ള ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ പല പല കഥകളാക്കിക്കൊണ്ട് ആ ഒരു വേദന അനുഭവിക്കുന്ന മനുഷ്യനോട് ഇങ്ങനെ പങ്കുവെക്കുകയാണ്. അയാളുടെ കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം അയാൾക്ക് അതിലൂടെ ഇങ്ങനെ കിട്ടുകയാണ്. അയാൾ ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് പല കഥകൾ ആ ഒരു മനുഷ്യനോട് ഇങ്ങനെ പങ്കുവെക്കുകയാണ്. അതിലൂടെ അയാൾ വേദനയിൽക്ക് അല്പം ശമനം കണ്ടെത്തുകയാണ്. അപ്പൊ ഇങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി. പല വിധത്തിലുള്ള ഇങ്ങനെ വേദന അനുഭവിച്ച് വല്ലാതെ കരയുന്ന സന്ദർഭങ്ങളിൽ ഈ ഒരു സുഹൃത്ത് കഥകൾ, ഈ ക്യാൻസർ പേഷ്യന്റ് അയാളോട് കഥകൾ ഇങ്ങനെ പങ്കുവെക്കുകയാണ്. അപ്പോ ഒരു ദിവസം രാത്രി ഇതേപോലെ അയാള് വല്ലാതെ വേദനിച്ച് കിടന്നതാണ്. അതേപോലെ മറ്റേയാൾ ഇങ്ങനെ പല കഥകളും പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസം ആയപ്പോ ഈ ക്യാൻസർ പേഷ്യന്റ് മരിച്ചു. അപ്പോ ഈ വേദന അനുഭവിക്കുന്ന അയാൾക്ക് വല്ലാത്ത സങ്കടം. അയാളുടെ വേദനയേക്കാൾ അയാളും മറ്റേയാളും തമ്മിൽ വളരെ ഒരു ശക്തമായ ബന്ധം ആയിത്തീർന്നിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു, എന്നെ ഒന്ന് ആ ഒരു സുഹൃത്ത് കിടക്കുന്ന ആ ജനാലയ്ക്ക് അരികിലുള്ള ആ ബെഡിലേക്ക് മാറ്റണം. അയാളുടെ കഥകളായിരുന്നു എനിക്ക് ഇതുവരെയുള്ള ആശ്വാസം. എനിക്കിനി ആ ഒരു ബെഡിലേക്ക് മാറിക്കിടന്നാൽ കുറച്ചൊരാശ്വാസം അയാളുടെ ഓർമ്മകളായിരിക്കും. അതിലേക്ക് എന്നെ മാറ്റുക എന്ന് പറയും. അയാൾ ആ ബെഡിലേക്ക് അപ്പോ നഴ്സ് വന്നു മാറ്റി.
ഇപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ബെറ്ററായി. അയാൾക്ക് കഴുത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉയർത്താനും നോക്കാനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അയാൾ ആദ്യം നോക്കിയത് ആ ജനലിലൂടെ പുറത്തേക്കാണ്. അപ്പോൾ പെട്ടെന്ന് അയാൾ കണ്ടു അവിടെ ഒരു മതിൽ മാത്രമേ കാണുന്നുള്ളൂ ജനലിന് പുറത്ത്. അയാൾക്ക് പുറത്തുള്ള പറഞ്ഞ മരമോ റോഡോ കടയോ ഒന്നും കാണാനില്ല. അയാൾ ചോദിച്ചു, ഇവിടെ എപ്പോഴാണ് ഇങ്ങനെ ഒരു മതിൽ വന്നത്? അപ്പോ നഴ്സ് പറഞ്ഞു, മതിലോ? അത് ഈ ഹോസ്പിറ്റലിൽ കെട്ടിയ അന്നു മുതൽ അവിടെ മതിലാണല്ലോ. അല്ലല്ല, എന്നോട് ഇതിലൂടെ കാണുന്ന കാഴ്ചകൾ എൻ്റെ സുഹൃത്ത് ഇവിടെ കഴിഞ്ഞിരുന്ന ആ മരണപ്പെട്ടു പോയ ആ ഒരു സുഹൃത്ത് എപ്പോഴും പങ്കുവെക്കുമായിരുന്നല്ലോ. നഴ്സ് പിന്നെയും ചോദിച്ചു, ആര്? ഇവിടെ കിടന്നിരുന്ന ആളോ? അതെ. അപ്പൊ ആ നഴ്സ് പറഞ്ഞു, ആ ആൾക്ക് അങ്ങനെ ഒരു കാഴ്ച അയാൾ കണ്ടിട്ടില്ല. ആ ആള് നിങ്ങളുമായി കഥകൾ പങ്കുവച്ചിരുന്ന ആള് അയാളൊരു അന്ധനായിരുന്നു. അയാള് നിങ്ങൾ വളരെ ഭാഗ്യവാനായ ഒരാളാണ്. അയാള് നിങ്ങളുമായി പങ്കുവച്ചത് നിങ്ങൾക്ക് ആശ്വാസമാകാൻ വേണ്ടി അയാള് കഥകൾ പറയുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് അയാള് വല്ലാതെ വല്ലാതെ വേദനയോടുകൂടി അയാൾ ഓർത്തു. അപ്പോ നമ്മൾക്ക് ഈ ഒരു കഥയിലൂടെ നമ്മൾക്ക് പാഠമാകുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ഒന്ന് പങ്കുവെക്കൂ. നമ്മൾക്ക് ഈ കഥയിലൂടെ എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ആരെങ്കിലും പറയൂ. ഓക്കെ, നമ്മള് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുക, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നതാണ്. അപ്പോ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക, നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു സെക്കൻഡ്. അപ്പോ നമുക്ക് പുസ്തകത്തിലേക്ക് വരാം. നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്ന പോയിന്റ്, ഇങ്ങനെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിൽ ആദ്യത്തെ പോയിന്റ്, ഷോ ജെനുവിൻ ഇൻട്രസ്റ്റ് ഇൻ അതേഴ്സ് എന്നാണ്. അതായത് മറ്റുള്ളവരിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യം കാണിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളെ ആകർഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളിൽ ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യം കാണിക്കുക. അതായത് നമ്മൾ മറ്റുള്ളവരിൽ താല്പര്യം കൂടുതലായി കാണിക്കുമ്പോൾ മാത്രമാണ് അവർ നമ്മളിലും താല്പര്യം കാണിക്കുന്നത്. അതായത് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളോട് പെരുമാറുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അയാളിലൊരു താല്പര്യം ഉണ്ടാകും, അല്ലേ? ഈ ലോകത്ത് ഒരാളുടെ സ്വാധീനം നേടാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അയാളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട്, അയാളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അയാളോട് പെരുമാറുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾക്ക് എന്തെങ്കിലും ലഭിക്കണം എന്നുള്ള ആഗ്രഹത്താലാണ്, അല്ലെ? നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് കൊണ്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മൾക്ക് ഈ ക്ലാസ്സിൽ നിന്നും
എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോ മറ്റുള്ളവരുടെ താല്പര്യം നമ്മൾ മനസ്സിലാക്കുക, അവരോട് അവരോട് കൂടുതൽ താല്പര്യം കാണിക്കുക, അവരെ പരിഗണിക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തത്, നമ്മളെല്ലാവരോടും പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. എൻ്റെ വൈഫ് മുന്നേ എന്നോട് പറയായിരുന്നു എപ്പോഴും, നിങ്ങളെക്കുറിച്ച് പല കംപ്ലൈന്റും ഉണ്ട്, നിങ്ങൾ ആരോട് ചിരിക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ചിരിക്കുന്നില്ല അല്ലേ. അപ്പൊ ഞാൻ കൂടുതൽ ആ വിഷയത്തിലൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാവരോടും വെറുതെ നമ്മളൊന്ന് പുഞ്ചിരിച്ചു നോക്കുക. ഒരാഴ്ച നമ്മൾ വെറുതെ ഇങ്ങനെ ആളുകളോട് ചിരിച്ചുകൊണ്ട് നേരിടുക. അത് നമ്മൾ ഉണ്ടാക്കുന്ന മാറ്റം ഒരു പുതിയ എനർജി ആയിരിക്കും. അപ്പൊ നമ്മൾ കഴിയാവുന്നിടത്തോളം എല്ലാവരെയും പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുക. ഒരു ചെറു പുഞ്ചിരി ഒരു മഹത് ദാനമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഒരു ചെറു പുഞ്ചിരി നിങ്ങളിൽ ആത്മവിശ്വാസത്തിന്റെ 1000 കിരണങ്ങൾ തീർത്തേക്കാം അല്ലേ. അപ്പൊ നമ്മള് പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നേരിടുക. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ ഓരോരുത്തരെയും, നമ്മൾ പരിചയപ്പെടുന്ന ആളുകളെ പേരുകൾ നമ്മൾ ഓർത്തിരിക്കുക, അവരെ നമ്മൾ ഓർത്തിരിക്കുക, അവരുമായി ബന്ധപ്പെട്ട പ്രധാന സംഗതികളെ നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്ത് ഏതൊരു ലാംഗ്വേജിലായിക്കോട്ടെ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്ന ഒരു കാര്യം നമ്മുടെ പേര് കേൾക്കുമ്പോൾ ആണ് അല്ലേ. തീർച്ചയായിട്ടും പേരിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ സ്കൂൾ ജീവിതത്തിലൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി, നമ്മുടെ പേരെടുത്ത് വിളിക്കുന്ന ടീച്ചർമാരുടെ സബ്ജക്റ്റൊക്കെ പഠിക്കാനും അവരോടൊരു പ്രത്യേക താല്പര്യം നമ്മൾക്കുണ്ടാവും. നമ്മൾ കേട്ടിട്ടുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് തിയോഡാർ റൂസ്വെൽറ്റ്, അയാളുടെ ഓഫീസിലുള്ള എല്ലാവരുടെയും പേരുകളും പരിചാരകരുടെ പേരുകൾ പോലും അയാൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അവരെയൊക്കെ പേരെടുത്ത് വിളിക്കുന്ന ആളായിരുന്നു. തിയോഡർ റൂസ്വെൽറ്റ് മോർണിംഗ് സവാരിക്ക് പോകുമ്പോൾ അയാളുടെ പരിചാരകന്റെ റൂമിന്റെ അടുത്തെത്തുമ്പോൾ ആ പരിചാരകനെയും അയാളുടെ ഭാര്യയെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് പറയുമായിരുന്നു അത്രേ, ദേ ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, ഞാനിതിൽ കടന്നു പോയിട്ടുണ്ടെന്ന്. കൂടാതെ പരിചാരകന്റെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ പരിചാരകന്റെ ഭാര്യ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു പ്രത്യേകതരം പക്ഷി അവിടെയൊക്കെ കാണുന്നത്, അത് ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോ ഒരുപാട് നാളുകൾക്ക് ശേഷം റൂസ്വെൽറ്റ് ഒരിക്കൽ പരിചാരകനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ കണ്ടില്ല എന്ന് പറഞ്ഞ ആ പക്ഷി ഇപ്പോ എസ്റ്റേറ്റിലുണ്ട് കേട്ടോ, ഇപ്പൊ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് പറന്നു പോകാൻ ഇടയുണ്ടെന്ന്. അപ്പോ നമ്മൾ ഓരോരുത്തരെയും അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവരെ ഓർത്തുകൊണ്ട്, അവരുടെ ഒരു ജന്മദിനം വരുമ്പോൾ ആ ജന്മദിനം എന്നാണെന്ന് നമ്മൾ കുറിച്ചു വെച്ചുകൊണ്ട്, നമുക്കൊക്കെ അറിയാം, നമുക്കൊരു ബർത്ത്ഡേ മെസ്സേജ് ഒക്കെ മറ്റുള്ളവർ ഓർത്തുകൊണ്ട് അയക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒന്നാണ് അല്ലേ. അപ്പൊ നമ്മളെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമ്മളത് ഓർക്കുക എന്നുള്ളതാണ്. അടുത്ത പോയിന്റ്, നമ്മളൊരു നല്ലൊരു ലിസണർ ആവുക എന്നുള്ളതാണ് അല്ലെ. നമുക്കൊരു നല്ല ബന്ധം ഉണ്ടാവണമെങ്കിൽ നമ്മൾ നല്ലൊരു കേൾവിക്കാരനാവണം. ഒരുപാട് ആളുകൾക്കും താല്പര്യം നമ്മുടെ സ്വന്തം വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരിക്കൽ ഒരു യാത്ര പോവാണ്, 2 സുഹൃത്തുക്കൾ. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ച യൂറോപ്പിൽ പോകാൻ ഇടയായി. അപ്പൊ മറ്റേ ആൾ പറഞ്ഞു, യൂറോപ്പിലോ? ഞാൻ ഒരുപാട് കാലമായി പോകാൻ ആഗ്രഹിക്കുകയായിരുന്നു യൂറോപ്പിൽ. നിങ്ങൾ പോയില്ലേ? എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ, കാഴ്ചകൾ, എങ്ങനെയൊക്കെയാണ് സംഗതികൾ, ഒന്ന് പറഞ്ഞാട്ടെ. ഞാനും കുറെ മുമ്പേ ആഫ്രിക്കൻ യാത്ര നടത്തിയിരുന്നു എന്ന് പറഞ്ഞു അയാള്. അപ്പൊ പറഞ്ഞു, ആഫ്രിക്കൻ യാത്ര നിങ്ങൾ നടത്തിയിരുന്നോ? എങ്ങനെയാണ് അവിടെ എങ്ങനെയൊക്കെയാണ് സംഗതികൾ, ഒന്ന് പറയാമോ? പിന്നെ അയാളൊരു പറച്ചിലായിരുന്നു ആഫ്രിക്കയെ കുറിച്ചും അയാളെ യാത്രകളെ കുറിച്ചും. പിന്നെ 1 മണിക്കൂറോളം അയാളുടെ യാത്രകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ അയാള് യൂറോപ്യൻ
ട്രിപ്പിനെ പറ്റി, യൂറോപ്യൻ യാത്രയെ പറ്റി മറ്റേ ആൾ പറയുന്നത് അയാളോട് മറന്നേ പോയി. അപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇതൊരു അസാധാരണമായ സംഗതിയാണെന്ന്? അല്ല. പല കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളെക്കുറിച്ച് പറയാൻ താല്പര്യം കാണിക്കുന്നവരോട് നമുക്ക് വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ആണ്, അല്ലേ? അപ്പോ നമ്മൾ നല്ലൊരു കേൾവിക്കാരനാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബന്ധങ്ങളിൽ. നമുക്കൊരു ബന്ധം മുറിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്കൊരു ഒരു പുച്ഛമാണ് നമ്മൾ മറ്റുള്ളവരിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താ അറിയോ? അവരിങ്ങനെ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരെ സംസാരിക്കാൻ അനുവദിക്കാതെ നമ്മൾ ഇടയിൽ കയറിയിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞേക്കുക. നമ്മളെ അഭിപ്രായം അവരുടെ പിന്നെ സംസാരത്തെ വലിയ വില വെക്കാതെ, അതങ്ങനെയാണെന്നല്ലേ, പക്ഷെ അതങ്ങനെയൊന്നുമില്ല, ഇത് ഇങ്ങനെയാണ് സംഗതികൾ ശരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അയാളെ സംസാരിക്കാൻ അനുവദിക്കാതെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നമ്മളോടുള്ള ഒരു ഇഷ്ടം പോവും. അയാൾ പിന്നെ ആ രീതിയിലേ നമ്മളെ കാണുകയുള്ളൂ. അപ്പൊ നമ്മൾ നമ്മളിലൊരു കേൾവിക്കാരനായിക്കൊണ്ട് ഒരാളൊരു ആ പരാതിയൊക്കെ പറയാൻ നോക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും കേൾക്കാൻ അവർക്ക് ചില സമയത്ത് നമ്മളൊരു നല്ലൊരു കേൾവിക്കാരനായ മതിയാവും. അയാൾക്ക് നമ്മുടെ സഹായമൊക്കെ അഭ്യർത്ഥിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വിളിക്കുക. പക്ഷേ നല്ലൊരു കേൾവിക്കാരന് ആവുക. ചിലപ്പോൾ അയാൾ ഒരു സഹായം ചോദിക്കുന്നുണ്ടാവില്ല, നമ്മളോട് ഇങ്ങനെ പരാതികളും പരിഭവങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ട് സൊല്യൂഷനൊക്കെ അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവും. പക്ഷെ ഒരു നല്ല കേൾവിക്കാരനായി നമ്മൾ നിന്നു കൊടുത്താൽ മാത്രം മതി. അപ്പോ അടുത്തൊരു പോയിന്റ്, നമ്മൾ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അവോയ്ഡ് ക്രിറ്റിസിസം. ഒരു സെക്കൻഡ്. നമുക്കറിയാം, നമ്മൾ ആരെയും വിമർശിച്ചുകൊണ്ടോ തർക്കിച്ചുകൊണ്ടോ ആരെയും നമുക്ക് ജയിക്കാൻ സാധിക്കില്ല. ആരെയും ജയിക്കാൻ സാധിക്കുമോ നമുക്ക് തർക്കിച്ചുകൊണ്ട്? തർക്കം ജയിക്കാൻ നമ്മൾ കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ ഒരാളോട് തർക്കിച്ചുകൊണ്ട് അയാളുടെ നമ്മുടെ വാദങ്ങളെ നിരത്തി ആകെ ഖണ്ഡിച്ച് നമ്മൾ വിജയിച്ചു. അത് ശരിക്കും ഒരു വിജയമാണോ? പലപ്പോഴും നമ്മളെ ഇങ്ങനെയുള്ള തർക്കങ്ങളും നമ്മളെ ക്രിറ്റിസിസം ഒക്കെ നമ്മളെ ബന്ധങ്ങൾ തകർക്കാനും നമ്മുടെ സൗഹൃദങ്ങൾ ഇല്ലാതാക്കാനും സ്നേഹം ഇല്ലാതാക്കാനും ഒക്കെ ഉപകരിക്കുന്നുള്ളൂ നമുക്ക്. അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ ആ ഒരു രീതി ഒന്ന് മാറ്റിപ്പിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ അത് ചില കാര്യങ്ങളിൽ നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ പോലും നമുക്ക് നല്ല രീതികൾ അവലംബിക്കാൻ നമുക്ക് സാധിക്കും, അല്ലേ? ഒരിക്കല് ഒരാള് പിയാനോ പഠിക്കാനായിട്ട് അവരുടെ സ്റ്റുഡന്റ് വന്നു. അപ്പോ ആ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി അവളുടെ കൈകളിൽ നഖം ഇങ്ങനെ നീട്ടിയിട്ടുണ്ട്, നല്ല നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോ ഈ അധ്യാപകൻ അറിയാം എന്ത് ഇങ്ങനെ നീണ്ട നഖങ്ങളോടുകൂടി പിയാനോ വായിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ ഒരു അധ്യാപകൻ അറിയാം. അധ്യാപകൻ അയാളോട്, ആ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു, നിന്റെ നഖങ്ങൾ, പോളിഷ് ഇട്ടിരിക്കുന്ന നഖങ്ങൾ വളരെ മനോഹരമായിട്ടുണ്ട്, അത് നിനക്ക് നന്നായി ഇണങ്ങുന്നുണ്ട്. പക്ഷെ അതിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ മനോഹരമായിരിക്കും കേട്ടോ. അപ്പോ ആ സമയത്ത് അവർ കട്ട് ചെയ്യുന്നു പ്രതീക്ഷിച്ചില്ല. പക്ഷെ പിറ്റേ ദിവസം ആ ഒരു പെൺകുട്ടിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നഖം കട്ട് ചെയ്തുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് വന്നത്. അപ്പോൾ അവര് വീണ്ടും പറഞ്ഞു, നിന്റെ മനോഹരമായ നഖങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്, പക്ഷെ ഇനി നിന്റെ ഭാവിയിൽ നിന്റെ നേട്ടങ്ങൾ ആ ദുഃഖത്തെ എല്ലാം മറികടക്കും കേട്ടോ. അപ്പോ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഓരോരുത്തരെയും പല കാര്യങ്ങൾക്കും വിമർശിക്കുമ്പോൾ നമ്മൾ ആ ഒരു വിമർശനങ്ങളെ അതിൻ്റെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ പറയുക എന്നുള്ളത് വലിയ കാര്യമാണ്.
അപ്പോൾ അങ്ങനെ നമ്മൾ ബന്ധങ്ങളിൽ ആ ഒരു കാര്യങ്ങൾ സൂക്ഷിക്കുമ്പോൾ നമ്മൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അടുത്ത പോയിന്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗിവ് ഹോണസ്റ്റ് ആൻഡ് സിൻസിയർ അപ്രിസിയേഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോരുത്തർക്കും സത്യസന്ധമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നൽകുക എന്നുള്ളതാണ്. നമുക്ക് സമയത്രയായി? നമ്മുടെ സമയം സർ കണ്ടിന്യൂ ചെയ്തോളൂ സർ, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് എത്തിയിട്ടില്ല. കുറച്ച് കഥകളൊക്കെ എക്സാമ്പിളൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് കൂടിപ്പോയി. എന്തായാലും ഞാൻ കുറച്ച് സ്പീഡാക്കാം. അപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ടുള്ള അപ്രിസിയേഷൻ ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ അത് നമ്മുടെ കുട്ടികളായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ, നമ്മൾ ഓരോ കാര്യങ്ങളും അവരുടെ തെറ്റുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ അവരുടെ ഓരോരോ നല്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവരെ അഭിനന്ദിക്കുമ്പോൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. എനിക്ക് 3 കുട്ടികളാണ്, 2 ആൺകുട്ടികളും ഒരു ചെറിയ പെൺകുട്ടി. അപ്പോൾ 2 ബോയ്സാണ്. ഒരാൾക്ക് 10 വയസ്സായി, ഒരാൾക്ക് 8 വയസ്സായി. അവരിൽ നിന്ന് ഞാൻ പല പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം അവരുടെ പഠിക്കുന്ന വിഷയത്തിലായിക്കോട്ടെ, ആഹാരം കഴിക്കുന്ന വിഷയത്തിലായിക്കോട്ടെ, നമ്മൾ അവരെ അഭിനന്ദിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടും അവരെ വഴക്ക് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടും രണ്ടും രണ്ടാണ്. അവർ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ അവർക്ക് അതിനൊരു പ്രചോദനം നൽകുന്ന നീ ഇന്ന് തീരെ ആഹാരം കഴിച്ചിട്ടില്ല, 2 ദിവസമായി ആഹാരം കഴിച്ചിട്ടില്ല, നീ വളരെ വീക്കാവുന്നുണ്ട്, എന്താണ് നീ ഇങ്ങനെ എന്നൊക്കെ പറയുന്നതിന് പകരം നിനക്ക് ഫുട്ബോൾ കളി നല്ല ഇഷ്ടമല്ലേ, ആ ഫുട്ബോൾ കളിയിൽ കഴിഞ്ഞ ദിവസം നിന്നെ ഇടിച്ചിട്ട നിന്റെ അപ്പുറത്ത് താമസിക്കുന്ന നമ്മുടെ സുഹൃത്തില്ലേ, അവൻ നോക്ക്, അവൻ നല്ല തടിച്ചിട്ടല്ലേ, ഇനിയും നീ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നീ ഇങ്ങനെ ഫുട്ബോൾ കളിക്കുമ്പോൾ വീണ്ടും വീണ്ടും അവൻ നിന്നെ ഇടിച്ചിടും. അതല്ല, നീ നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഉഷാറായാൽ നിനക്ക് വേണമെങ്കിൽ അവനെ ഇടിച്ചിടാൻ പറ്റും, നിന്റെ മസിൽസൊക്കെ ഇങ്ങനെ ഉഷാറായി വരും എന്നൊക്കെ അവനോട് പറയുമ്പോൾ അവൻ ആ ഭക്ഷണത്തിൽ കുറച്ച് താല്പര്യം കാണിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഓരോരുത്തർക്കും അവരവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ നമ്മൾ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അവർക്കൊരു താല്പര്യം കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു പോയിന്റ്, ടോക്ക് ഇൻ ടേംസ് ഓഫ് അതേഴ്സ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റുള്ളവരുടെ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് അവരോട് സംസാരിക്കുക. അപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ താല്പര്യം മനസ്സിലാക്കിയിട്ട്, അവരുടെ അഭിരുചി മനസ്സിലാക്കിയിട്ട്, അവർക്ക് എന്താണോ ആ താല്പര്യം ആ വിഷയങ്ങൾ ഇട്ടുകൊടുക്കുക. നമ്മളവരെ ഓരോ വ്യക്തികളെ പരിചയപ്പെടുമ്പോൾ അവരെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക, അവർക്ക് ഏത് വിഷയമാണ് താല്പര്യമെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ വിഷയത്തിൽ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളോട് അറിയാതെ അവർക്കൊരു ഇഷ്ടമുണ്ടാവും, അവർക്കൊരു താല്പര്യം ഉണ്ടാവും അല്ലേ? അടുത്തൊരു വിഷയം, ഞാൻ കുറച്ച് സ്പീഡായിട്ട് പോവാണ്. ഇനി അടുത്തൊരു വിഷയം, കുറെ കാര്യങ്ങൾ പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു, കുറച്ചുകൂടെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നീടാവട്ടെ. അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് ലെറ്റ് അതേഴ്സ് ഫീൽ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർക്ക് അവർക്കൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്, അവർക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നിപ്പിക്കുക, അവർക്ക് വാല്യൂ കൊടുക്കുക, അവരെ താല്പര്യത്തോടുകൂടി പരിഗണിക്കുക. ഓരോ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു കേൾവിക്കാരനായിക്കൊണ്ട് അവർക്ക് പ്രാധാന്യം കിട്ടുന്നുണ്ടെന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ പെരുമാറുക എന്നുള്ളതാണ്. അടുത്ത പോയിന്റ്, നമ്മൾക്ക് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളത് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അഡ്മിറ്റ് യുവർ മിസ്റ്റേക്സ് ഇമ്മീഡിയറ്റ്ലി. അതായത് നമ്മൾ ഒരു തെറ്റ് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിച്ച് വഷളാക്കാതെ അതെ എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്, ആ മിസ്റ്റേക്കിനെ ഞാൻ അംഗീകരിക്കുന്നു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം,
അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന മാറ്റവും നമ്മളതിനെ വീണ്ടും വീണ്ടും ന്യായീകരിക്കുമ്പോഴും ഉണ്ടാകുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക, നമ്മളതിന് ക്ഷമ ചോദിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അത് നമുക്ക് പലപ്പോഴും സാധിക്കാത്ത ഒന്നാണ്. സ്വയം തെറ്റുകൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് നമ്മുടെ അബ്ദുൽ കലാമും സോക്രട്ടീസും ഒക്കെ പറയും. സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട് എന്ത്, എനിക്ക് അറിയാവുന്നത്, അവരുടെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എനിക്കറിയാവുന്നത് എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണെന്ന്. എനിക്കാകെ അറിയാവുന്നത് എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണെന്നാണ് സോക്രട്ടീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളും അത് ഉൾക്കൊള്ളുക. അടുത്ത പോയിന്റ്, എൻകറേജ് അതേഴ്സ് ടു ടോക്ക് അബൌട്ട് ദെയർ ഐഡിയാസ് എന്നുള്ളതാണ്. നമ്മൾ ഒരാളോടൊരു ഐഡിയ പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയാൻ അനുവദിക്കാതെ നമ്മൾ അത് നടക്കും തോന്നില്ല, അത് സക്സസ് ഒന്നും ആവും തോന്നില്ല, നീ ഇങ്ങനെ ചിന്തിക്കാതെ വേറൊരു തരത്തിൽ നിനക്ക് ചിന്തിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് അയാളാകെ ഡിസ്കറേജ് ചെയ്യുന്ന രൂപത്തിൽ, നിരാശനാക്കുന്ന രൂപത്തിൽ ഒരിക്കലും പെരുമാറാൻ പാടില്ല. ചിലപ്പോൾ അയാൾ പറയുന്നത് നിസ്സാരമായ കാര്യമായിരിക്കും, പക്ഷെ അത് നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പരിഗണന എപ്പോഴും ആഗ്രഹിക്കുന്നു അല്ലേ? അപ്പൊ അങ്ങനെ ആ രീതിയിൽ നമ്മൾ പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഒരുപാട് പോയിന്റ് പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയ കഥയും കൂടി പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അതായത് ഒരു ഭാര്യയും ഭർത്താവും. അപ്പോ ഭാര്യ ആ ഭർത്താവിനോട് അവരെ സമീപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നിൽ മാറ്റം ആഗ്രഹിക്കുന്ന, എൻ്റെ മോശപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഞാൻ മാറാൻ ആഗ്രഹിക്കുന്ന ഒരു 6 പോയിന്റ് ഒന്ന് എഴുതി തരണം. ഞാൻ ഒരു നല്ല ഭാര്യ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു 6 പോയിന്റ്, അതിലേക്കായിട്ടുള്ള മാറ്റങ്ങൾ ഒരു 6 പോയിന്റ് നിങ്ങളൊന്ന് എഴുതി തരണം എന്ന് പറഞ്ഞു ഭർത്താവിനോട്. ഭർത്താവ് ഇങ്ങനെ ആലോചിച്ചു, 6 അല്ല, ഇതിപ്പോ ഇവിടെ ഭാര്യയുടെ ഒരു 100 കാര്യങ്ങൾ എനിക്ക് എഴുതി കൊടുക്കാനുണ്ടാവല്ലോ ഈശ്വര, ഞാനിതിപ്പോ എന്ത് എഴുതി കൊടുക്കൂ? ഇപ്പൊ ഇത് എന്തെഴുതി കൊടുത്താലും അപകടമാണ്, കാരണം ഇത് എൻ്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കും. അപ്പോ ഭർത്താവ് ഇത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഞാന് ഇപ്പൊ ഒന്ന് ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല, ഒന്നുകൂടി ആലോചിച്ചിട്ട് നാളെ പറയാട്ടാ, നാളെ രാവിലെ ഞാൻ പറയാം. അപ്പോ ഭാര്യ നാളെ പറയാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അയാള് ഭാര്യയ്ക്ക് ഒരു 6 റോസാപ്പൂക്കളും ഒരു പേപ്പറും കൂടി കൊടുത്തു അതോടൊപ്പം. അപ്പൊ അതിൽ ഇങ്ങനെ എഴുതി, നീ ഇപ്പോ നിന്റെ സ്വഭാവം എന്താണോ അതേപോലെ തുടരുക, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, നിന്നിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, മാറ്റങ്ങളൊന്നും ഇല്ലാതെ നീ മുന്നോട്ട് പോവുക, ഇപ്പോ ഉള്ള നീ എന്താണോ അതിനെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, നീ അങ്ങനെ പോയാൽ മതി എന്ന് എഴുതി കൊടുത്തു. ഇത് വായിച്ച ഭാര്യയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, ഭയങ്കര സന്തോഷം. ഭാര്യ ഇത് ചോദിക്കാനുണ്ടായ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് പള്ളിയിൽ കുറെ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ അംഗങ്ങളൊക്കെ ആയിട്ട് ഒരു വ്യക്തിത്വ വികസന ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളതാണൊക്കെയാണ് ഭാര്യ ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് അവർക്ക് കിട്ടിയ കമന്റ് ഇങ്ങനെയാണ്. പിറ്റേ ആഴ്ച ഇവര് പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ ഫാമിലിയോടുകൂടി പോയപ്പോ ഭാര്യയ്ക്ക് ചുറ്റും കുറെ ആൾക്കാർ ഇങ്ങനെ കൂടി എന്നിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ചിലരൊക്കെ ഭാര്യ ഇങ്ങനെ അസൂയയോടുകൂടി നോക്കുന്നുണ്ട്. അപ്പോ ഭാര്യ ഇത് അവരുമായിട്ട് പങ്കുവച്ചു. അപ്പൊ ഇത് അവരുടെ ബന്ധത്തെ വല്ലാതെ സ്വാധീനിച്ചു. അവരുടെ മൊത്തത്തിലുള്ള ലൈഫ് തന്നെ ബ്യൂട്ടിഫുൾ ആയി. അവർ വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അപ്പോ
ചില കാര്യങ്ങൾ നമ്മൾ യുക്തിപൂർവം പെരുമാറേണ്ടി വരും. അപ്പോൾ നമ്മൾ പലരെയും നേരിടുമ്പോൾ നമ്മൾ അങ്ങനെ യുക്തിപൂർവം ആരെയും വേദനിപ്പിക്കാതെ പെരുമാറാൻ ശ്രദ്ധിക്കുക. കുറച്ച് നീണ്ടുപോയി, ക്ഷമിക്കുക. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമ്മുടെ സജിന മാമിന് 1000 സ്പെഷ്യൽ നന്ദി. കാരണം അത്രയും എഫേർട്ട് എടുത്തുകൊണ്ട് എല്ലാവരെയും ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മളെ പിന്നിൽ നിന്ന് നയിക്കുന്ന ഫൈസൽ സാറ്. ഇത് നമ്മുടെ ഇങ്ങനെ നമ്മുടെ മോർണിംഗ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഓരോരുത്തരും അതിരാവിലെ വന്നുകൊണ്ട് ഇത് വളരെ ഗംഭീരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഏതൊരു മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. നല്ല സെഷൻ ആയിരുന്നു സർ. ആ താങ്ക് യു ബുക്കിനകത്ത് സോ മച്ച്. സർ ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന് സർ പറഞ്ഞു, നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പേര് ഉപയോഗിക്കുക. നീ, അവൻ എന്നൊക്കെ പറയുന്നതിന് പകരം ഫൈസൽ സർ, ഇപ്പൊ ഫവാസ് അല്ലെങ്കിൽ ഫൈസൽ സാറിനോട് അങ്ങനെ പേരായിട്ട് പറയാം. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത്. വേറെ ഒരെണ്ണം കൂടെ ഞാൻ പറയാം. അതിനകത്ത് വേറൊരു പറയുന്ന കാര്യമാണ്, നമ്മൾ ഈ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എസ് എന്ന് മറുപടി പറയുന്ന രീതിയിൽ ഞാനതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരുപാട് എക്സാമ്പിൾസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പറയാൻ വേണ്ടിയിട്ട്. ശരിയാണ്. ഒരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ കുട്ടിയോട് ഹോംവർക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ വേഗം പോയി ഹോംവർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നതിന് പകരം ഹോംവർക്ക് ഇപ്പം എഴുതി തീർത്തിട്ട് എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ളതല്ലെന്ന് ചോദിക്കുമ്പോൾ കുട്ടി മറുപടി പറയാം യെസ് എന്നാണ്. അപ്പൊ ഇൻഡയറക്ട്ലി നമ്മൾ കുട്ടിയോട് ഹോംവർക്ക് ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ എന്തായാലും നല്ല സെഷൻ ആയിരുന്നു സർ. താങ്ക് യു. തീർച്ചയായിട്ടും. അതോടുകൂടി തന്നെ നമ്മളിങ്ങനെ ഒരാളോട് തർക്കിക്കേണ്ടി വരുമ്പോഴൊക്കെ അങ്ങനെയുള്ള സംഭാഷണത്തിലൊക്കെ നമ്മളെ സോക്രട്ടീസ് ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രം കൂടിയാണ് അത്. എന്ത്, നമ്മൾക്ക് അതേ എന്ന് ഉത്തരം കിട്ടുന്ന കുറേ ചോദ്യങ്ങൾ നമ്മൾ അവരോട് ചോദിച്ചുകൊണ്ട് തുടങ്ങുക. ഒരു സംഭാഷണം തുടങ്ങുമ്പോൾ അതേ എന്ന് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തുടങ്ങുക എന്നുള്ളത്. കാരണം നോ, അതെ, അല്ല 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 എന്ന് പറയുന്നതിനേക്കാൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുമ്പോൾ. അപ്പോൾ നമ്മൾ അതെ അതെ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഉത്തരങ്ങൾ ആവർത്തിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക എഫക്റ്റ് ആണ് ഉണ്ടാവുക. അതെ 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 അതെ. ഫൈസൽ സാറിന്റെ സെഷനാണെന്ന് കണ്ടപ്പോ എന്തായാലും 2-3 നല്ല സ്റ്റോറീസ് കേൾക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും സ്റ്റോറീസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. സാറിന് എവിടെ നിന്ന് കിട്ടുന്നു ഇതൊക്കെ? ഓരോ ഇതിനും അനുയോജ്യമായിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. സ്റ്റോറീസ് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുമല്ലോ. എനിക്കും വളരെ ഇഷ്ടമാണ് സ്റ്റോറീസ് കേൾക്കാനും എല്ലാത്തിനും. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് ബൈ. വൈൻഡ് അപ്പ് ചെയ്യാലോ സർ? അതെ അതെ. എല്ലാവരും ഫീഡ്ബാക്കുകളൊക്കെ സാറിന്റെ പോയിന്റ്സ് ഗ്രൂപ്പിലൊന്ന് അയച്ചാൽ നന്നായിരുന്നു. അതിലാ മെയിൻ പോയിന്റ്സ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്ക് യു. താങ്ക് യു.